ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. ഇന്ന് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി പെൻസിൽ ഡ്രോയിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ അധികം വരയ്ക്കാൻ അറിയാത്തവർക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രോയിങ് ആണിത്. നമ്മൾ മണ്ഡല ആർട്ടിൻ്റെ ഡിസൈൻസൊക്കെ വെച്ചിട്ടാണ് ആ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം ഒരു വൈറ്റ് പേപ്പറിലായിട്ട് ഇതുപോലെ ഒരുപാട് സർക്കിൾസ് വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ സെൻറ്ററിലായിട്ടുള്ള സർക്കിൾ ഉണ്ടല്ലോ, അവിടെയായിട്ട് നമ്മളൊരു കുഞ്ഞ് സീനറി വരച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഡേയും നൈറ്റും ആണ് നമ്മൾ വരച്ചെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഏകദേശം സെൻറ്റർ വെച്ചിട്ടൊരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു സർക്കിൾ വരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഒരുപാട് മണ്ഡല ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ഡിസൈൻസ് എടുക്കാം കേട്ടോ. ചില ഡിസൈൻസൊക്കെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കാനായിട്ട് നല്ല രസമാണ്. അങ്ങനെ പലതരത്തിലുള്ള ഡിസൈൻ വെച്ചിട്ട് നമ്മൾ ആ സർക്കിൾസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരെണ്ണം ഇതുപോലെയാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ സെമി സർക്കിൾ വരയ്ക്കില്ലേ, ആ ഒരു രീതിയിൽ വരച്ചു കൊടുക്കുക. പിന്നെ അതിനുള്ളിലായിട്ട് വീണ്ടും ഒരു സെമി സർക്കിൾ വരുന്ന പോലെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മൾ പല പല ഡിസൈൻസ് വെച്ചിട്ട് ആ സർക്കിൾസൊക്കെ കംപ്ലീറ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ ഓരോ സ്ഥലത്തും ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഡിസൈൻസ് വരച്ചു കൊടുക്കുന്നത്. അങ്ങനെ കംപ്ലീറ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഇതാ ഇതുപോലെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്ക് ഈ മണ്ഡല ഡിസൈൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും നമുക്ക് നല്ല രസമായിട്ട് വരയ്ക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇവിടെ ആയിട്ട് നമുക്കൊരു കുഞ്ഞ് സീനറി വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് മലകളൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ കുന്നും സൂര്യനൊക്കെ നമ്മൾ ചെറുപ്പം മുതൽ വരയ്ക്കുന്ന പിക്ചേഴ്സ് ആണല്ലേ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പടങ്ങളാണ്. അതിനെ തന്നെ ഒന്നുകൂടി ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ഡ്രോയിങ് ചെയ്യണമെന്ന് വെച്ചാൽ ചിലർക്ക് വരയ്ക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷേ അത്ര നന്നായിട്ട് വരയ്ക്കാൻ പറ്റില്ല അങ്ങനെ വിചാരിക്കുന്നവരുണ്ടാവും അല്ലേ. അപ്പോൾ ഡ്രോയിങ് അറിയാത്തവർക്കും അറിയാവുന്നവർക്കും നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പിക്ചറാണിത്. പിന്നെ മിക്കവാറും നമ്മൾ പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ ഇതുപോലെ സീനറിയൊക്കെ ആയിരിക്കും വരച്ചെടുക്കുക അല്ലേ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ഈ ഒരു മണ്ഡല ഡിസൈനും അതിൻ്റെ ഒപ്പം ഒരു ചെറിയ സീനറിയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. പിന്നെ സർക്കിൾസൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ. അല്ലാതെ വരയ്ക്കാനായിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ കുറച്ച് പേര് ഹായ് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അയോണ, മിന്നി, ഷഹാന, പിന്നെ പ്രത്യേകമായിട്ട് ഫർസാനത്തേക്കും എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. ഇനി നമുക്ക് ആ കുന്നുകളൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ പകുതി ഡേയും പകുതി നൈറ്റും ആയിട്ടാണ് ഈ ഒരു പിക്ചർ വരച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സൈഡിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യമുള്ള സ്ഥലത്തേക്ക് നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്ത് അടിപൊളിയാക്കി കൊടുക്കാം. പിന്നെ ലാസ്റ്റ് ബഡ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു സൈഡിൽ ഡേ ആണല്ലോ, അപ്പോൾ അവിടെ നമ്മുടെ സൂര്യൻ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നതായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് കുറച്ച് ലൈൻസൊക്കെ വരച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഷെയ്ഡിങ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത്. ഇനിയിപ്പോൾ ലാസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആ ഡിസൈൻസ് വരച്ചെടുത്തിട്ടില്ലേ, അവിടെ ആയിട്ട് ചില ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്, എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് വരയ്ക്കാനായിട്ട് പറ്റും. പിന്നെ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.